ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 8 ഇന്നത്തെ വിശുദ്ധൻ ക്ലൗഡിയൂസ് അപ്പോളിനാരിസ്. വേറൊരു പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്, ഹിയറാപോളിസിലെ അപ്പോളിനാരിസ്. വിശ്വാസ സമർത്ഥകനായ അപ്പോളിനാരിസ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. സെയിൻറ്റ് അപ്പോളിനാരിസ് ദ അപ്പോളജിസ്റ്റ്. അപ്പോളജിസ്റ്റ് എന്ന് പറയല്ലോ, നമ്മുടെ വിശ്വാസം സമർത്ഥിക്കുന്നവർ. ഈ 2-ാം നൂറ്റാണ്ടിലെ ഫ്രീജിയയിലുള്ള ഹിയറാപോളിസിലെ ബിഷപ്പായിരുന്നു ഈ ക്ലൗഡിയൂസ് അപ്പോളിനാരിസ്. ഹിയറാപോളിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുർക്കിയാണ്. അവിടുത്തെ ഒരു പ്രസിദ്ധനായ മെത്രാൻ നമുക്കറിയാം, പപ്പിയാസ്. പപ്പിയാസിൻ്റെ സാക്ഷ്യത്തിലൂടെയാണ് ഓരോ സുവിശേഷകന്മാരോടും, ഇപ്പം മത്തായിയുടെ സുവിശേഷം എഴുതിയത് മത്തായിയാണ്, മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് മർക്കോസ് ആണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ഒരു സാക്ഷ്യം ഈ പപ്പിയാസിൻ്റെ സാക്ഷ്യമാണ്. ഹിയറാപോളിസിൻ്റെ മെത്രാനായിരുന്ന പപ്പിയാസിൻ്റെ സാക്ഷ്യമാണ്. അദ്ദേഹം 120 കാലയളവിലാണ് ഈ പപ്പിയാസ് ജീവിച്ചിരുന്നത്. ഈ ഹിയറാപോളിസിലെ അടുത്ത മെത്രാൻ ഈ അപ്പോളിനാരിസ് ക്രിസ്തുവർഷം 175 അദ്ദേഹം മരിക്കുന്നത്. എന്നാണ് ജനിച്ചത് നമുക്ക് കൃത്യമായിട്ടും അറിയില്ല. വിശുദ്ധ ജെറോം തുടങ്ങിയ വിശുദ്ധർ വളരെ വളരെ വലിയ വിശുദ്ധനായിട്ട് കണക്കാക്കിയിരുന്ന ഒരാളാണ് ഈ ക്ലൗഡിയൂസ് അപ്പോളിനാരിസ്. അതുപോലെ തിയോഡറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചരിത്രകാരനുണ്ട്. അദ്ദേഹം ഈ വിശുദ്ധനെ വളരെ ശ്രേഷ്ഠനായ വിശുദ്ധനായിട്ട് കണക്കാക്കിയിരുന്നു. മാർക്കുസ് ഔറേലിയസ് എന്ന ചക്രവർത്തിക്ക് ക്രൈസ്തവ വിശ്വാസം സംബന്ധിച്ച് പല കാര്യങ്ങളും അദ്ദേഹം എഴുതി അയച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. എന്താണ് ക്രൈസ്തവ വിശ്വാസം, അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ടുള്ള കത്തുകൾ മാർക്കുസ് ഔറേലിയസ് എന്ന ചക്രവർത്തിക്ക്. അതുപോലെ തന്നെ ഈ ചക്രവർത്തിയെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ക്രിസ്തീയ പട്ടാളക്കാരുടെ പ്രാർത്ഥന കൊണ്ട് ഈ ചക്രവർത്തി ഒരു യുദ്ധം ജയിച്ചിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ട്, പട്ടാൾക്കാരുടെ പ്രാർത്ഥന കൊണ്ട്, വെടിവെച്ചും വാളെടുത്ത് ചോദിച്ചിട്ടല്ല, പ്രാർത്ഥന കൊണ്ട്. അക്കാര്യവും ചക്രവർത്തിയെ ഈ അപ്പോളിനാരിസ് ക്ലൗഡിയൂസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചക്രവർത്തി ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്ത കാര്യവും ഈ മെത്രാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് സാമ്രാജ്യത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചില ആക്രമണങ്ങളും മതമർദ്ദനമൊക്കെ നടക്കുമ്പോൾ മെത്രാൻ ചക്രവർത്തിക്ക് എഴുതി, ഈ ക്രിസ്തീയ പട്ടാളക്കാരുടെ സഹായം കൊണ്ടാണ് നിങ്ങൾ യുദ്ധം ജയിച്ചത്. അന്ന് മുതലെങ്കിൽ ഒരു വാക്ക് നൽകിയിട്ടുണ്ട്, ക്രിസ്തീയ പട്ടാളക്കാരെ സംരക്ഷിക്കാമെന്ന്. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ മെത്രാൻ. അതായത് തൻ്റെ അജഗണങ്ങളെ സംരക്ഷിക്കാനുള്ള ആ തീക്ഷ്ണതയിൽ നിന്നും അതുപോലെ കരുതലിൽ നിന്നും ആകുലതയിൽ നിന്നുമാണ് അദ്ദേഹം ഈ കത്തുകളൊക്കെ എഴുതുന്നത്. അക്കാലത്തെ അറിയപ്പെടുന്ന എല്ലാ പാഷാണ്ഡതകൾക്കെതിരെയും ശക്തമായ നിലപാടെടുത്ത ഒരാളാണ് ഈ അപ്പോളിനാരിസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദ അപ്പോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്, വിശ്വാസ സമർത്ഥകനായ അപ്പോളിനാരിസ് എന്ന് വിളിക്കുന്നത്. എല്ലാ പാഷാണ്ഡതകൾക്കെതിരെയും അദ്ദേഹം നിലകൊണ്ടു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ കുറച്ചുപേരെ കേൾക്കുന്നുള്ളത് എങ്കിലും. അതായത് എല്ലാം ക്ഷമിക്കലും പൊറുക്കലും അല്ല വിശുദ്ധിയിലേക്കുള്ള വഴി. കർത്താവിൻ്റെ സത്യസുവിശേഷത്തിനെതിരെ ആര് നിലപാടെടുത്താലും അതിനെതിരെ നിൽക്കുന്നതാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. ഗലാത്യ ലേഖനം നോക്കിയേ. ഗലാത്യ ലേഖനം മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വരുമ്പോൾ പൗലോസ് അവർക്കെതിരെയാണ് എഴുതുന്നത്. യാക്കോബിൻ്റെ ആളുകളെന്നോ യഹൂദ ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞ് വന്നവർക്കെതിരെയാണ് ഗലാത്യ ലേഖനം മുഴുവൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് 2 കൊരിന്ത്യൻസ് അങ്ങനെയാണ്. പൗലോസിനെതിരെ വന്ന എതിരെ നിന്ന ഒരു കൂട്ടർക്കെതിരെയാണ് ആ ലേഖനം. അത് നമ്മുടെ തിരുവചനമാണ്. അതോ നോക്കുക, യഹൂദവാദികൾ എന്നറിയപ്പെട്ടിരുന്ന പാഷാണ്ഡകൾക്കെതിരെയാണ് ഗലാത്യ ലേഖനം എഴുതിയത്. പൗലോസ് ജെറുസലേമിൽ സഭയെ സഹായിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തിയപ്പോൾ അതിനെതിരെ നിന്ന ഒരു കൂട്ടം ആളുകൾക്കെതിരെയാണ് വ്യാജ അപ്പസ്തോലന്മാർ, സൂപ്പർ അപ്പസ്തോലന്മാർ എന്ന് അറിയപ്പെട്ടിരുന്ന വ്യാജ അപ്പസ്തോലന്മാർക്കെതിരെയാണ് 2 കൊരിന്ത്യൻസ് ലേഖനം എഴുതിയിരിക്കുന്നത്. ആ പൗലോസ് എത്രയോ വലിയ വിശുദ്ധനാണ്. അപ്പോൾ എല്ലാം ക്ഷമിക്കലും പൊറുക്കലും അല്ല പൗലോസ് പഠിപ്പിച്ചത്. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഈ നമ്മളെ ഏതോ ധ്യാന ഗുരുക്കന്മാരാണ് ഈ എല്ലാം ക്ഷമിക്കലും പൊറുക്കലുമാണ് വിശുദ്ധി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്. തീർച്ചയായിട്ടും ക്ഷമിക്കലും പൊറുക്കലും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട്. പക്ഷെ പാഷാണ്ഡതകളും ശീഷ്മകളും പൊറുക്കുന്നതും ക്ഷമിക്കുന്നതും അല്ല വിശുദ്ധി എന്ന് ഓർക്കുക. ഈ വിശുദ്ധൻ അപ്പോളിനാരിസ് അന്നുണ്ടായിരുന്ന സകല പാഷാണ്ഡതകൾക്കെതിരെയും നിലപാടെടുത്ത ആളാണ്. ഞാനത് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഈ എറണാകുളത്തൊക്കെ നടക്കുന്ന ശീഷ്മയും പാഷാണ്ഡതയ്ക്കെതിരെ ശക്തമായി ഞാൻ നിലപാടെടുക്കുന്നതിൻ്റെ കാരണവും
ഈ സഭാപിതാക്കന്മാരും വിശുദ്ധന്മാരും വെട്ടിത്തെളിച്ച് വഴിയിലൂടെ നടക്കാനുള്ള ഒരു എളിയ ശ്രമം എന്ന നിലയ്ക്കാണ്. ഈ പാഷാണ്ഡതകൾക്കെതിരെ അദ്ദേഹം എഴുതുമ്പോൾ അതിൻ്റെ താത്വികമായ അടിത്തറകളടക്കം കോട്ട് ചെയ്തിട്ടാണ്, അതിൻ്റെ താത്വികമായ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഈ അപ്പോളിനാരിസ് എഴുതിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രചനകൾ നമുക്കൊന്നും കിട്ടിയില്ല. ഈ പല യുദ്ധങ്ങളും പ്രളയങ്ങളും മറ്റൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവർഷം 175 അദ്ദേഹം മരിക്കുന്നത്. ഈ ജനുവരി 8 തീയതി ഒരുപാട് വിശുദ്ധർ ഓർക്കുന്ന കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഓർക്കുന്ന ഒരു വിശുദ്ധനാണ് ഈ ദ അപ്പോളജിസ്റ്റ്, സെയിൻറ്റ് അപ്പോളിനാരിസ് ദ അപ്പോളജിസ്റ്റ്, വിശ്വാസ സംരക്ഷകനായ, വിശ്വാസ സമർത്ഥകനായ വിശുദ്ധ അപ്പോളിനാരിസ്, അല്ലെങ്കിൽ ഹീറാപ്പോളിസിലെ അപ്പോളിനാരിസ്, അല്ലെങ്കിൽ ക്ലൗദിയസ് അപ്പോളിനാരിസ്. ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് വെളിപാട് പുസ്തകത്തിലുള്ള കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏകമധ്യസ്ഥൻ്റെ പ്രാർത്ഥനയോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം. നമുക്കും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.